Hi friends, welcome to my channel. Today I am going to discuss regarding continuation of how to delay reference type question. Let's start. Previous വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണിത്. ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വാട്ട് ഡസ് ദ വേർഡ് ദിസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് റെഫർ ടു? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദിസ് എന്ന വേർഡ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്നാണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നിലുള്ള സെൻറ്റൻസിലെ സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സബ്ജക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടല്ല, സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്രീവിയസ് വീഡിയോയിൽ കൂടുതൽ എക്സാമ്പിൾസും സബ്ജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയായിരുന്നു. ഇന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ദിസ് എന്തിനെയാണ് റെഫർ ചെയ്തേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നിലുള്ള സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണ്. വിത്ത് മോർ ഡിമാൻഡ് ഓൺ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് എ പുഷ് ഫോർ ക്വിക്കർ കൺസൾട്ടേഷൻസ്, ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡാർഫ്ഡ് ബൈ ദ നീഡ് ഫോർ എഫിഷ്യൻസി, ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ patient have stopped wanting to be treated in a caring and empathetic manner. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? വിത്ത് മോർ ഡിമാൻഡ് ഓൺ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടുതലാണ്. ആൻഡ് എ പുഷ് ഫോർ ക്വിക്കർ കൺസൾട്ടേഷൻ. അതുകൂടാതെ എന്താണ്, അതുമൂലം അതായത് ഡോക്ടേഴ്സും നഴ്സസിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടുതലുമാണ്. അതുപോലെ ഉള്ളവർക്ക് എന്താണ് ഒരു പുഷാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ക്വിക്കർ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അവരതുകൊണ്ട് ക്വിക്കർ കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡാർഫഡ് ബൈ ദ നീഡ് ഫോർ എഫിഷ്യൻസി. അപ്പം പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡ്രാഫ്റ്റ് ബൈ ദ നീഡ് ഫോർ എഫിഷ്യൻസി. അതായത് ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയൊക്കെ ഡിമാൻഡ് കൂടുകയും ക്വിക്കർ കൺസൾട്ടേഷൻ ആവശ്യമായി വരികയും ചെയ്യുന്നു. അതുമൂലം എന്താണ്, അവരുടെ ക്ലിനിക്കൽ എംപതി കുറയുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് അവർക്ക് സമയമെടുത്ത് പേഷ്യൻറ്റിനെ നോക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അപ്പോൾ അവർ പെട്ടെന്ന് പേഷ്യൻസിനെ നോക്കി വിടുന്നു. അങ്ങനെ ആകുമ്പോൾ അവരുടെ ഇടയിൽ പേഷ്യൻറ്റിൻ്റെയും ഡോക്ടറിൻ്റെ ഇടയിൽ ഒരു എംപതി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ പേഷ്യൻറ്റ് ഹാവ് സ്റ്റോപ്ഡ് വാണ്ടിങ് ടു ബി ട്രീറ്റഡ് ഇൻ എ കെയറിങ് ആൻഡ് എംപതറ്റിക് മാനർ. എന്നാൽ ഇതിനർത്ഥമില്ല പേഷ്യൻറ്റ് കെയറിങ്ങും എംപതറ്റിക് മാനറും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഇതിനർത്ഥമില്ല. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് സമയമില്ല എംപതി കൊടുക്കാനുള്ള, ക്ലിനിക്കൽ എംപതി കാണിക്കാനുള്ള ടൈമില്ല എന്ന് കരുതി പേഷ്യൻ്റ് അത് വേണ്ട എന്നുള്ള അർത്ഥമില്ല എന്നാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദിസ് എന്താണ്. അപ്പം നമ്മൾ ആ പ്രീവിയസ് സെൻറ്റൻസിലുള്ള ഓരോ കാര്യങ്ങളെ മാത്രം നമ്മൾ എടുത്ത് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് ദിസിന് നമുക്ക് സബ്ജക്റ്റായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. വിത്ത് മോർ ഡിമാൻഡ് ഓൺ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് എന്തായാലും നമ്മുടെ ആൻസറായിട്ട് വരില്ല അല്ലേ? അവിടെ എന്തുകൊണ്ടാണ്? അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്ലൂറൽ സബ്ജക്റ്റായിട്ടാണ് വരുന്നത്. അപ്പം അവിടെ നമുക്ക് അത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കി. ആൻഡ് എ പുഷ് ഫോർ ക്വിക്കർ കൺസൾട്ടേഷൻസ് എന്നുള്ളതും വരത്തില്ല. കൺസൾട്ടേഷൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, നമ്മൾ അത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കി. അടുത്തത് ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡാർഫഡ് ബൈ ദ നീഡ് ഫോർ എഫിഷ്യൻസി. ഇനി ആ ദിസിനെ കണ്ടുപിടിക്കാൻ അത്രയും ഒരു ഇതേ ഉള്ളൂ അല്ലേ? അത്രയും സെൻറ്റൻസേ ഉള്ളൂ. ബാക്കി നമ്മൾ എലിമിനേറ്റ് ചെയ്തു, അത്രയും ഭാഗം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനിയിപ്പം ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡാർഫഡ്, ഇവിടെ നമുക്കൊരു ക്ലൂ ഉണ്ട് അല്ലേ? നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്ന് തരുന്നതിനൊരു ക്ലൂ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്താണത്? ക്ലിനിക്കൽ എംപതി ഈസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മുന്നിൽ എഴുതിയേക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ സിംഗുലറായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് രണ്ട് രീതി നമുക്ക് ഉപയോഗിക്കാം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്, അതിന് മുന്നിൽ നിങ്ങൾ ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കുക. ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സിംഗുലർ ആണെന്നുള്ളത് അല്ലേ?
ആർട്ടിക്കിൾ നമ്മളിടുന്ന എവിടെയാണ്? സിംഗുലറിന് മുന്നിലല്ലേ നമ്മൾ ആർട്ടിക്കിൾ ഇടുന്നത്. അപ്പം ആർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കുക. ആ ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അത് സിംഗുലർ ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ആ സബ്ജക്റ്റിന് ശേഷം എഴുതിയേക്കുന്ന വെർബ് നോക്കുക. അത് നമ്മൾക്ക് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ സബ്ജക്റ്റ് അവിടെ വന്നേക്കുന്നത് സിംഗുലർ ആണെന്ന്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് ആർട്ടിക്കിളിലൂടെയല്ല നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ആ വെർബിലൂടെയാണ്. എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡെവലപ്ഡ്. ക്ലിനിക്കൽ എംപതി ഈസ്, അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ എംപതി എന്ന് പറയുന്ന സംഭവം ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. ഇനി അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ ആൻസറായിട്ട് എടുക്കുക. ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആൻസറായിട്ട് എടുക്കുക. അപ്പോൾ ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ദ പേഷ്യൻസ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ്. ഇപ്പം പേഷ്യൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ്, അതിനെപ്പറ്റി എന്തെങ്കിലും ആ പ്രീവിയസ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ടോ? പേഷ്യൻസിൻ്റെ എക്സ്പെക്റ്റേഷനെ പറ്റി അവിടെ ആകെ പറഞ്ഞേക്കുന്നത് ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും ഡിമാൻഡ് കൂടുന്നു, കൺസൾട്ടേഷൻ ക്യുക്കറാവുന്നു, ക്ലിനിക്കൽ എംപതി കുറയുന്നു. ഈ 3 കാര്യത്തെ പറ്റിയേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നമ്മൾ 2 കാര്യങ്ങളും നമ്മൾ പ്ലൂറലാണെന്ന് വെച്ച് അതിനെ 2നെയും ഒഴിവാക്കി. 3ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ എംപതിയാണ്. അപ്പോൾ ഇനി നമ്മൾ ക്ലിനിക്കൽ എംപതിയെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നമ്മുടെ എ ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അടുത്തത് ബിയിലോട്ട് വരുന്നു. ദി എമൗണ്ട് ഓഫ് വർക്ക് എ ഹെൽത്ത് പ്രൊഫഷണൽ ഹാസ് ടു ഡു. അവിടെ എമൗണ്ട് ഓഫ് വർക്കിനെ പറ്റിയും ഒന്നും പറയുന്നില്ല, അല്ലേ? ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും ഡിമാൻഡ് കൂടുന്നുണ്ടോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ അവർ ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ടിനെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ബിയും എലിമിനേറ്റ് ചെയ്യാം. ദ ലാക്ക് ഓഫ് ട്രെയിനിങ് മോഡേൺ ഹെൽത്ത് പ്രൊഫഷണൽസ് റിസീവ്. ട്രെയിനിങ്ങിനെ പറ്റി അവിടെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. കമ്മിങ് ടു ആൻസർ ഓപ്ഷൻ ഡി, ദ ലാക്ക് ഓഫ് കമ്പാഷൻ ഷോൺ ബൈ സം ഹെൽത്ത് പ്രൊഫഷണൽസ്. അവിടെ എന്താണ് പറഞ്ഞത്? ലാക്ക് ഓഫ് കമ്പാഷൻ ഷോൺ ബൈ സം ഹെൽത്ത് പ്രൊഫഷണൽസ്. ചില ഹെൽത്ത് പ്രൊഫഷണൽസിലുള്ള ലാക്ക് ഓഫ് കമ്പാഷനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ക്ലിനിക്കൽ എംപതി എന്നതിനെ നമ്മളിവിടെ പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ലാക്ക് ഓഫ് കമ്പാഷൻ എന്ന് പറഞ്ഞതാണ് ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡാർഫ്ഡ് മീൻസ് കുറയുന്നു എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പം ക്ലിനിക്കൽ എംപതി ഈസ് ബീയിങ് ഡാർഫ്ഡ്, അതിനെയാണ് ലാക്ക് ഓഫ് കമ്പാഷൻ ഷോൺ ബൈ സം ഹെൽത്ത് പ്രൊഫഷണൽസ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് ദ വേർഡ് ദിസ് റെഫേഴ്സ് ടു. ഇവിടെയും ചോദിച്ചിരിക്കുന്നത് ദിസ് എന്തിനെ പറ്റിയാണ് റെഫർ ചെയ്യുന്നതെന്നാണ്. ഇവിടെയും നമുക്ക് സബ്ജക്റ്റായിട്ടല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ആസ്ബെറ്റോസിസ് റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം ഈവൻ ആഫ്റ്റർ എ മാർക്കഡ് റിഡക്ഷൻ ഓൺ ദ ജോബ് എക്സ്പോഷർ ടു asbestos. Again, this is due to long period of time between exposure and the onset of disease. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ആസ്ബെറ്റോസ് റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം എഗെയിൻ ഈവൻ ആഫ്റ്റർ എ മാർക്കർ റിഡക്ഷൻ ഓൺ ദ ജോബ് എക്സ്പോഷർ ടു ആസ്ബെറ്റോസ്. അതായത് വർക്ക് പ്ലേസിൽ നമ്മുടെ ആസ്ബെറ്റോസിൻ്റെ മാർക്കർ റിഡക്ഷൻ ഉണ്ടായി, എന്നിട്ടും ആസ്ബെറ്റോസിസ് ഇപ്പോഴും ഒരു സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലമായിട്ട് നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്. എഗെയിൻ ദിസ് ഈസ് ഡ്യൂ ടു. ഇവിടെ ദിസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അപ്പം എന്തിനെയായിരിക്കും? ഇവിടെ ഒരു സബ്ജക്റ്റായിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ്. പ്രീവിയസ് സെൻറ്റൻസിലെ എന്താണ് അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത്? നമുക്ക് ഓരോ ആൻസർ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ, ദ ഇൻ്റർവെൽ ഫ്രം ആസ്ബെറ്റോസ് എക്സ്പോഷർ ടു ഡിസീസ്. അതിൻ്റെ ഇൻ്റർവെൽ, അതായത് എക്സ്പോഷറും ദ ഇൻ്റർവെൽ ഫ്രം ദ ആസ്ബെറ്റോസ് എക്സ്പോഷർ ടു ഡിസീസ്. ഇൻ്റർവെല്ലിനെ പറ്റി ഒന്നും തന്നെ നമ്മുടെ പ്രീവിയസ് സെൻറ്റൻസിൽ പറയുന്നില്ല, ഇല്ലേ? അവിടെ മാർക്കറ്റ് റിഡക്ഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലാതെ ഒരു ഇൻ്റർവെൽ ഒന്നും അവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ വരുമ്പോൾ ദ ഡിക്രീസ്ഡ് യൂസ് ഓഫ് ആസ്ബെറ്റോസ് ഇൻ വർക്ക് പ്ലേസ്. ഡിക്രീസ്ഡ് യൂസ് ഓഫ് ആസ്ബെറ്റോസ് ഇൻ വർക്ക് പ്ലേസ് എന്നുള്ളതാണോ അവിടുത്തെ
സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കുറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ കുറഞ്ഞിട്ടും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതല്ലേ നമ്മുടെ ആൻസറായിട്ട് വരിക. ആസ്ബറ്റോസിസ് ആസ് ആൻ ഓൺ ഗോയിങ് മെഡിക്കൽ ഇഷ്യൂ. സി എന്ന് പറയുന്നത് ആസ്ബറ്റോസിസ് ആസ് ആൻ ഓൺ ഗോയിങ് മെഡിക്കൽ ഇഷ്യൂ. അപ്പം അതല്ലേ നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ആസ്ബറ്റോസ് റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം. അപ്പം അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത് എന്താണ്? ആസ്ബറ്റോസ് റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം. അതിനെയാണ് പാരാഫ്രൈസ് ചെയ്ത് തന്നിരിക്കുന്നത്. ആസ്ബറ്റോസിസ് ആസ് ആൻ ഓൺ ഗോയിങ് മെഡിക്കൽ ഇഷ്യൂ. സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം എന്നുള്ളതിനെ പാരാഫ്രൈസ് ചെയ്തേക്കുന്നതാണ് ഓൺ ഗോയിങ് മെഡിക്കൽ ഇഷ്യൂ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓപ്ഷൻ ഡി, ഒക്കുപേഷണൽ എക്സ്പോഷർ ടു ആസ്ബറ്റോസ്. ഒക്കുപേഷണൽ എക്സ്പോഷർ, അവിടെ നമ്മൾ എന്തിനെപ്പറ്റിയാണ് പറയുന്നത് എന്ന് നോക്കുക. പ്രീവിയസ് സെൻറ്റൻസിൽ എന്തിനെപ്പറ്റിയാണ്, അവിടെ എന്ത് കാര്യത്തെപ്പറ്റിയാണ് നമ്മളോട് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം പ്രീവിയസ് സെൻറ്റൻസിൽ എന്തിനെപ്പറ്റിയാണ് തന്നിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ക്ലൂ എടുക്കാനുണ്ട്. എന്താണ്? ദിസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദിസിന് മുന്നിലുള്ള സെൻറ്റൻസിലെ ആർട്ടിക്കിൾ നോക്കിക്കേ, എ സിഗ്നിഫിക്കൻറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം. ഇനി നിങ്ങൾക്ക് ഈ റെഫറൻസ് ക്വസ്റ്റ്യൻസ് തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ ആർട്ടിക്കിൾ നോക്കിയും നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ദിസും ദാറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതൊരു സിംഗുലർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന്. അപ്പോൾ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ആർട്ടിക്കിൾ ഒന്നുകിൽ അതിന് ആർട്ടിക്കിൾ ഇടും, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു പോയിൻ്റാണ്. അപ്പം ഏറെക്കുറെ ഇത് ശരിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ടിപ്പോടെ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക കേട്ടോ. അതായത് നമ്മളുടെ ഈ ദിസും ദാറ്റും ഒക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. സിംഗുലറിന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രണ്ട് മാർഗ്ഗങ്ങളാണ് ആർട്ടിക്കിളും വെർബ്. ഒന്നിൽ ആർട്ടിക്കിൾ നോക്കിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് എഴുതിയേക്കുന്ന വെർബ് നോക്കിയിട്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ചെയ്തതിനകത്തും ഈ ട്രിക്ക് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒന്നുകിൽ അതിന് മുന്നിൽ ആർട്ടിക്കിൾ കാണും, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈസെന്നോ ആറെന്നോ ഒക്കെയുള്ള വെർബ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ തേർഡ് പാരഗ്രാഫ് ദ വേർഡ് ദിസ് റെഫേഴ്സ് ടു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തേർഡ് പാരഗ്രാഫിൽ ദിസ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് പാരഗ്രാഫിലോട്ട് നോക്കാം. ആൻഡ് വാട്ട് ഓഫ് ദ ബിലീഫ് ദാറ്റ് തേഴ്സ്റ്റ് ഈസ് നോട്ട് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എ നീഡ് ടു ഡ്രിങ്ക്. വാൾട്ടിൻ സ്റ്റേറ്റ് ദാറ്റ് while a rise in plasma osmolality, which is an internal chemical changes of less than 2% can elicit this, thus dehydration is defined as a rise of at least 5%. അപ്പം നമ്മുടെ ദിസിന് മുന്നിലുള്ള സെൻറ്റൻസ് മുതൽ വായിച്ചാൽ മതി അല്ലേ. വാൾട്ടിൻ സ്റ്റേറ്റ്സ് ദാറ്റ്, അവിടെ തൊട്ട് നമുക്ക് വായിച്ചാൽ മതി. പിന്നെ നമ്മുടെ മിക്കവാറുമുള്ള പാരഗ്രാഫിലൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്സ് ദാറ്റ്, ഫൗണ്ട് ദാറ്റ്, പ്രൂവൺ ദാറ്റ്, സെയ്സ് ദാറ്റ്, ഇങ്ങനെയൊക്കെ തന്നിരിക്കുമല്ലോ. അത്രയും ഭാഗം നമ്മൾ ആ പ്രീവിയസ് സെൻറ്റൻസിൽ ഇങ്ങനെയാണ് സെൻറ്റൻസ് തുടങ്ങുന്നത് എങ്കിൽ അത്രയും ഭാഗം നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തു നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് ഒരു 90% അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ മറ്റേ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 90% നമുക്ക് അത്രയും ഭാഗത്തൊന്നും നമുക്ക് ആൻസർ കിട്ടാറില്ല. അപ്പോൾ ഇതുകൂടെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പോൾ എന്തുവെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു എന്നുള്ളതിനല്ലല്ലോ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്, അയാൾ എന്താണ് പറഞ്ഞു എന്നുള്ളതിനല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ഒരു സ്റ്റഡി ഫൗണ്ട് ദാറ്റ്, സ്റ്റഡി കണ്ടുപിടിച്ചു എന്നുള്ളതിനാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആ സ്റ്റഡി എന്താണ് കണ്ടുപിടിച്ചു എന്നുള്ളതിനാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വാൾട്ടിൻ സ്റ്റേറ്റ്സ് ദാറ്റ്, അപ്പോൾ അത്രയും ഭാഗം നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് ബാക്കി ഇങ്ങോട്ട് വായിക്കാം. വൈൽ എ റൈസ് ഇൻ പ്ലാസ്മ ഓസ്മോളാലിറ്റി, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദിസ് ആണ്. ദിസ് ആകുമ്പോൾ നമുക്കുള്ളത് സിംഗുലർ ആണ്.
അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി, എ റൈസ് ഇൻ പ്ലാസ്മ ഓസ്മോളാലിറ്റി. അത് നമുക്കവിടെ കിട്ടി. അതെന്താണെന്നുള്ളത് നമ്മുടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ആൻ ഇൻറ്റേർണൽ കെമിക്കൽ ചേഞ്ച്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. ഓഫ് ലെസ് ദാൻ 2% ക്യാൻ എലിസിറ്റ് തേഴ്സ്റ്റ്. ഡീഹൈഡ്രേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ റൈസ് ഓഫ് അറ്റ്ലീസ്റ്റ് 5%. അപ്പം നമ്മളിവിടെ ആൻസർ ഓപ്ഷൻസ് നോക്കുന്നു. എ കെമിക്കൽ ചേഞ്ച് ദാറ്റ് ഒക്കർ വിത്തിൻ എ പേഴ്സൺസ് ബോഡി. അതല്ലേ നമ്മുടെ ആൻസറായിട്ട് വരിക. ആ ബ്രാക്കറ്റിൽ എന്താണ്, എ റൈസ് ഇൻ പ്ലാസ്മ ഓസ്മോളാലിറ്റി ആണ്. അതെന്താണെന്ന് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ആൻ ഇൻറ്റേർണൽ കെമിക്കൽ ചേഞ്ച്. അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ് കൊടുത്തേക്കുന്നത്, എ കെമിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ വിത്തിൻ എ പേഴ്സൺസ് ബോഡി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നു. അടുത്തത് ബാക്കിയുള്ള ഓപ്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇൻ ദ 5th പാരഗ്രാഫ് വാട്ട് ഡസ് ദ വേർഡ് ഇറ്റ് റെഫർ ടു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 5th പാരഗ്രാഫിൽ എന്താണ് ഇറ്റ് എന്ന വേർഡ് കൊണ്ട് റെഫർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇറ്റ് എന്താണെന്നാണ്. ഇതൊരു സബ്ജക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിൻ്റെ ഇറ്റിന് മുന്നിലുള്ള സെൻറ്റൻസ് നോക്കാം. എക്കോയിങ് വാൻ കോട്ടേഴ്സ് റിസൾട്ട്സ് ബഷീർ ഹാസ് ഫൗണ്ട് എവിഡൻസ് ദാറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ഫൗണ്ട് എവിഡൻസ് ദാറ്റ്. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം സ്ട്രൈക്ക് ചെയ്യാം. ബാക്കി നമ്മൾ വായിക്കുകയാണ്. എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ് സെൻസ് ദ ബ്രെയിൻ ഇൻ ടു എ കാറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ്സ്. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്, എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പാണ് അല്ലേ. വെർബ് ഏതാണ്, സെൻസ്. അപ്പം സെൻസ് എന്ന് വരുമ്പം നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം അല്ലേ. എന്നാൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ അല്ലേ നമ്മൾ വെർബ് എസ് കൂട്ടി എഴുതുന്നത്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പാണ്. വെർബ് എന്ന് പറയുമ്പോൾ സെൻസ്, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കാറ്റബോളിക് ഓർ എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പം ഇനി നമ്മൾ ആൻസറിലോട്ട് നോക്കുകയാണ്. ആൻസർ ഓപ്ഷൻ എ, ആൻ എൻസൈം. നമ്മുടെ പ്രീവിയസ് സെൻറ്റൻസിൽ ആൻ എൻസൈം എന്നുള്ള ഒരു സംഭവം വരുന്നില്ല. അപ്പം നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ പറയുന്നത് ന്യൂ എവിഡൻസ്. ഇവിടെ ഫൗണ്ട് എവിഡൻസ് ദാറ്റ്, ഫൗണ്ട് എവിഡൻസ് ദാറ്റ് എന്ന് പറയുന്നുള്ളൂ. ന്യൂ എവിഡൻസ് എന്നുള്ള കാര്യം അവിടെ ന്യൂ ആണോ ഓൾഡ് ആണോ എന്നുള്ള കാര്യം അവിടെ പറയുന്നില്ല. അപ്പം നമുക്ക് ബി എലിമിനേറ്റ് ചെയ്യാം. സി എന്ന് പറയുമ്പോൾ കാറ്റബോളിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റായിട്ടാണോ വരുന്നത്. ഡി എന്ന് പറയുമ്പോൾ എൻഫോഴ്സ്ഡ് ലാക്ക് ഓഫ് സ്ലീപ്പ്. നമ്മുടെ ആൻസർ ഏതാണ്, ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. വാട്ട് ഈസ് ദീസ് ഇൻ പാരഗ്രാഫ് 5 റെഫറിങ് ടു. ദീസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു നമുക്ക് ആൻസറായിട്ട് വരുന്നത് എന്താണ്, ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ പാരഗ്രാഫിലോട്ട് പോകുന്നു. ദീസിന് മുന്നിലുള്ള സെൻറ്റൻസ് വായിക്കുന്നു. റിസൾട്ട്സ് ഫ്രം എ ലബോറട്ടറി സ്റ്റഡി റിലീസ്ഡ് ഇൻ 2013 ഫൗണ്ട് ദാറ്റ്. ഇവിടെയും ഉണ്ട് ഫൗണ്ട് ദാറ്റ്. അത്രയും ഭാഗം നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടു. ബാക്കി വായിക്കുന്നു. വൈൽ ഇ സിഗരറ്റ്സ് ഡു കണ്ടെയ്ൻ കണ്ടാമിനൻസ്. അപ്പോൾ ഇനി ഇവിടെ അത് കഴിഞ്ഞിട്ടൊരു കോമ ഇട്ടേപ്പുണ്ട് അല്ലേ. വൈൽ ഇ സിഗരറ്റ്സ് ഡു കണ്ടെയ്ൻ കണ്ടാമിനൻസ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ്, കണ്ടാമിനൻസിനെ പറ്റിയാണ്. കണ്ടെയ്ൻ കണ്ടാമിനൻസ് ദ ലെവൽ റേഞ്ചിങ് ഫ്രം, എന്തിൻ്റെ ലെവലാണ്, കണ്ടാമിനൻസിൻ്റെ ലെവൽ. ദ ലെവൽസ് റേഞ്ച് ഫ്രം 9 to 450 times ലോവർ ദാൻ ഇൻ ടുബോക്കോ സിഗരറ്റ് സ്മോക്ക്. ഇനി നമ്മൾ ആൻസർ ഓപ്ഷനിലോട്ട് പോവുകയാണ്. എ ലബോറട്ടറി സ്റ്റഡി റിസൾട്ട്സ്. നമ്മൾ പറഞ്ഞു ഫൗണ്ട് ദാറ്റ്, സ്റ്റേറ്റ്സ് ദാറ്റ് ഒക്കെ പറയുന്നത് വരെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പം എ ഓപ്ഷൻ അല്ല. അടുത്തത് ബി, നിക്കോട്ടിൻ ഇൻഹേലേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദീസിന് മുന്നിലായിട്ട് എവിടെയെങ്കിലും നിക്കോട്ടിൻ ഇൻഹേലേഴ്സിനെ പറ്റി പറയുന്നുണ്ടോ, ഇല്ല. അപ്പം നമുക്ക് ബി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. സി, കണ്ടാമിനേഷൻ ലെവൽസ്. അതല്ലേ നമ്മളോട് പറയുന്നത്, കണ്ടെയ്ൻ കണ്ടാമിനൻസ് കോമ. അപ്പം അവിടെ കോമ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തിനെ പറ്റിയാണ് കോമയ്ക്ക് മുന്നിൽ പറഞ്ഞത്, കണ്ടാമിനൻസിനെ പറ്റിയാണ്. അപ്പം അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടാമിനൻസ്. അതിനോട് റിലേറ്റ് ചെയ്യുന്ന ആൻസർ ഏതാണ്, കണ്ടാമിനേഷൻ ലെവൽസ്. അത് കഴിഞ്ഞിട്ട് കോമ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ ദ ലെവൽസ് റേഞ്ച് ഫ്രം. അപ്പോൾ എന്തിൻ്റെ ലെവലാണ്, കണ്ടാമിനേഷൻ്റെ ലെവൽ. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി, കണ്ടാമിനേഷൻ ലെവൽസ്.
ഓപ്ഷൻ ഡി നോക്കുകയെ ടുബാക്കോ സിഗരറ്റ്സ്. അവിടെ ടുബാക്കോ സിഗരറ്റ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ടുബാക്കോ സിഗരറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. ടുബാക്കോ സിഗരറ്റ് സ്മോക്കിനെ പറ്റിയാണ് അവിടെ പറഞ്ഞേക്കുന്നത്, ദീസിന് മുന്നിലായിട്ട് അല്ലേ. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ റെഫറൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തെറ്റില്ല എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി. പിന്നെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിരുന്നു, അതിനാലാണ് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 എടുത്ത് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയത്. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ചാനലിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷോർട്സ് എന്നും പറഞ്ഞൊരു ഇത് കാണാൻ കഴിയും. വീഡിയോ അത് നമ്മുടെ ചാനൽ എടുത്തിട്ട് നോക്കുമ്പോൾ വീഡിയോ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർതിരിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. റീഡിങ്ങിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത്, ലിസണിങ്ങിൻ്റെ ഏതൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കിടന്ന് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ രീതിയിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്സ് എന്നുണ്ട്, അതും പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ഇപ്പോൾ എക്സാമിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ തലേ ദിവസം നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ വളരെ യൂസ്ഫുൾ ആവും. കാരണം എന്ന് വെച്ചാൽ ലെസ് ദാൻ 1 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ഒരു ഷോർട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. എന്നുവെച്ചാൽ ആ 1 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ നമ്മളിത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇത് തപ്പിയെടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 മൊഡ്യൂളിനും 4 ബുക്ക് എടുക്കണം. അതെല്ലാം അത് എക്സാമിൻ്റെ ഒരു തലേ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 4 സബ്ജക്റ്റിൻ്റെയും കൂടെ നോക്കാൻ തന്നെ ആയാലും നിങ്ങൾക്കൊരു 1 അവറിനുള്ളിൽ മതിയാവും. അപ്പോൾ ഈ 4 മൊഡ്യൂളിൻ്റെയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. താങ്ക് യു.